നമ്മൾ ഈ വാർത്താ ദിനത്തിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കോഴിക്കോട് നിന്ന് YS അഭിനന്ദും കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ്? ഉന്മേഷ്, ഇതിലേറ്റവും സുപ്രധാനം ഇന്നിപ്പോൾ രാഷ്ട്രപതി ഇന്നും തിരുവനന്തപുരത്തുണ്ട്. രാഷ്ട്രപതി ഇന്ന് ഏകദേശം 10:30 ഇന്ന് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് ഇന്നാണ് നടക്കുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി രാഷ്ട്രപതി ശിവഗിരിയിലേക്ക് പോകും. ശിവഗിരിയിൽ എത്തിക്കഴിഞ്ഞാൽ ശിവഗിരിയിൽ മഹാസമാധിയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. അതിനുശേഷം പാലയിലേക്ക് പോകും. പാലയിൽ എത്തിക്കഴിഞ്ഞാൽ പാല സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന പരിപാടിയിലും പങ്കെടുക്കും. ഇന്ന് രാഷ്ട്രപതി കുമരകത്ത് സ്റ്റേ ചെയ്ത് നാളെയാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. മറ്റ് വിവരങ്ങൾ, അതായത് മഴ സംസ്ഥാനത്ത് ശക്തമായി തുടരുന്നുണ്ട്. ഇന്ന് മറ്റെല്ലാ ജില്ലകളും ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം പുലർച്ചെ 4 മണിക്ക് വന്ന മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടിന് സമാനമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മഴ ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായി തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് അലേർട്ട് ഇല്ല, പക്ഷേ യെല്ലോ അലേർട്ടാണ് ഭൂരിഭാഗം ജില്ലയിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെ മുതൽ മഴ കൂടുതൽ വടക്കൻ ജില്ലകളിലേക്ക് കേന്ദ്രീകരിക്കും. അതിനുശേഷം മഴ കുറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ് ലഭിക്കുന്ന ഇപ്പോൾ ഇതുവരെയുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം മറ്റ് വാർത്തകളിലേക്ക് കടന്നാൽ ഇന്ന് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു CPI നിലപാട്, പ്രത്യേകിച്ച് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI കഴിഞ്ഞ ദിവസം നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട, ഈ PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നുള്ള വിയോജിപ്പ് കൃത്യമായി രേഖപ്പെടുത്തുക, അത് മന്ത്രിസഭാ യോഗമാകട്ടെ LDF യോഗമാകട്ടെ കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടിൽ CPI ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. അത് വരുന്ന LDF യോഗത്തിലടക്കം CPI നിലപാട് അറിയിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എന്തായാലും CPI കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിനുവേണ്ടി തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തതും അത് തന്നെയാണ്. എന്തായാലും മറ്റൊരു കാര്യം, ഇന്ന് കഴിഞ്ഞ ദിവസം ആശാസമരം, അത് ഏറ്റവും ശക്തമായ സമരം നമ്മൾ കണ്ടതാണ്. ക്ലിഫ് ഹൗസിന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന സമരം. എന്തായാലും ആ സമരത്തിൽ 19 ആശാപ്രവർത്തകരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി ആശാപ്രവർത്തകർ പ്രതിഷേധിക്കും. ഒപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടക്കുന്നുണ്ട്. അവിടെ കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിഷേധം കൂടുതൽ ശക്തമായി രേഖപ്പെടുത്തും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.